ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മളിന്ന് സൺഡേ ഒരു മിനി വ്ളോഗാണ് ഗൈസ്. അപ്പോൾ എല്ലാവരും കൂടി കൂടാനായിട്ടൊരു പ്ലാൻ ചെയ്തതാണ്. പക്ഷേ അവസാനം അമ്മയ്ക്ക് കാലിന് ചെറിയ ഫ്രാക്ചർ ആയതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും കൂടി ആദ്യത്തെ വീട്ടിലേക്ക് തന്നെ പോയി. ഞാൻ തലേ ദിവസം തന്നെ പോയിട്ടുണ്ടെന്ന്, ബാക്കിയുള്ളവർ ഓൺ ദി വേ ആണ് ഗൈസ്. അപ്പോൾ നമ്മൾ രാവിലെ എണിച്ച് ബ്രേക്ക്ഫാസ്റ്റിനുള്ളതൊക്കെ പ്രിപ്പയർ ചെയ്യാണ്. അപ്പോൾ അതിനായി ഞാനും ചേച്ചിയും പോയിട്ട് ഉപ്മാവ് വാങ്ങിച്ചു കൊടുത്തിട്ട് ഉച്ചയ്ക്കുള്ള ഫുഡ്, അതായത് ഉച്ചയ്ക്ക് ലഞ്ചിന് ചിക്കൻ ബിരിയാണി ആയിരുന്നു. ചേച്ചി ഒരു പ്രോ കുക്കറായതുകൊണ്ട് നമുക്ക് എന്ത് വെച്ചാലും ഉണ്ടാക്കി തരും. അപ്പോൾ ചേച്ചി വന്നുകൊണ്ട് അങ്ങനെ ഒരു ഭാഗ്യം. അങ്ങനെ ഞങ്ങൾ പോയി സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ചിക്കൻ എല്ലാ സാധനങ്ങളും വാങ്ങിച്ചിട്ട് വന്ന് വീടെത്തിയ ശേഷം ആദ്യം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് പ്രിപ്പയർ ചെയ്യാണ്, ചേച്ചി ഉച്ചത്തേക്കുള്ള ലഞ്ചിന് പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ എനിക്ക് പറ്റുന്ന കുറച്ച് സാധനങ്ങൾ അറുത്ത് കൊടുക്കുക, അങ്ങനത്തെ ചെറിയ ചെറിയ പണികൾ ഞാൻ ചെയ്തു ഗൈസ്. പിന്നെ കുറച്ച് ക്ലീനിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതും ചെയ്തു. അതിനുശേഷം നമ്മുടെ ഇവിടെ ബിരിയാണി അടിപൊളി റെഡിയായി, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ആയതും തന്നെ ശേഷം ഞങ്ങൾക്ക് സാമ്പിളൊക്കെ തന്നു. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് സെറ്റായി നോക്കി. പിന്നെ ഫ്രഷപ്പായി വന്നതും ഓരോരുത്തരായിട്ട് വരാൻ തുടങ്ങി. അപ്പോൾ പ്രസാദേട്ടനും ഏട്ടനും സുജി എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് നേരം ഞങ്ങൾ അമ്മയുടെ കൂടെ ഇരുന്ന് കഥ പറഞ്ഞ് ഓരോരുത്തരുടെ ട്രോളി അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ ഞങ്ങൾ റൂമിൽ പോയിരുന്ന് എല്ലാവരും കൂടി ഫുൾ ഓഫ് ചർച്ച ചെയ്യുന്നു. പിന്നെ അതിനുശേഷം കുറച്ച് പുറത്ത് പോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ മൂന്നാളും പിന്നെ അവരൊരു സെറ്റായിട്ട് പുറത്ത് ഇറങ്ങി. അതിനുശേഷം എല്ലാവരും കൂടി ഒരുമിച്ച് വരുന്ന സമയത്ത് ആതിരുടെ സ്ഥലത്തിനെക്കുറിച്ചും അവിടുത്തെ പരമ്പരാഗതമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണം ഗൈസ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞങ്ങൾ പോയിട്ട് ഫോട്ടോസൊക്കെ എടുത്തിട്ട് തിരിച്ച് വന്നു. ഇപ്പോൾ നിങ്ങൾക്കൊരു സംഭവം കാണും ഗൈസ്. ഇത് ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, അതുപോലെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ സുജിൻ്റെ അടിപൊളി ഡാൻസ് സ്റ്റെപ്പാണ് നിങ്ങളിപ്പോൾ കണ്ടത്. അതിനുശേഷം നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് വരികയാണ്. അത്യാവശ്യം നല്ല വെയിൽ അധികം കുറവായിരുന്നു, പക്ഷേ എന്നാലും നല്ല ചൂടുണ്ടായിരുന്നു. അങ്ങനെ ആ ചൂട്ടിൽ തന്നെ ബിരിയാണി വന്ന് കഴിക്കുമ്പോൾ ഒരു ഒന്നൊന്നര അവസ്ഥയായിരുന്നു. അപ്പോൾ നമ്മളെല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ഫുഡൊക്കെ കഴിച്ച് വീണ്ടും കഥ പറച്ചിലായിരുന്നു. നമ്മളെ സംബന്ധിച്ച് എത്ര കഥ പറഞ്ഞാലും നമുക്ക് തീരില്ല, അല്ലെങ്കിൽ എത്ര സംസാരിച്ചാലും തീരില്ല, അങ്ങനെയാണ്. അപ്പോൾ എല്ലാവരും കൂടി കഥ പറഞ്ഞ് അവസാനം ഒരു വഴിയായി തന്നെ പറയാം. അപ്പോൾ സമയമായി എല്ലാവർക്കും ഇറങ്ങാൻ. പിന്നെ നമ്മൾ അമ്മയുടെ കൂടെ പോയി കുറച്ച് നേരം സംസാരിച്ച് ചേച്ചിയൊക്കെ ഉണ്ടായിരുന്നു, അവരോടും പറഞ്ഞു കല്യാണത്തിൻ്റെ കാര്യങ്ങൾ. അങ്ങനെ എല്ലാവർക്കും ഓരോരുത്തരുടെ കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു. അപ്പോൾ എല്ലാം പറഞ്ഞ് വീടിൻ്റെ ഫ്രണ്ടിലോട്ട് ഞങ്ങളെല്ലാവരും കൂടി ഇറങ്ങിയപ്പോൾ ചേച്ചി വണ്ടി എടുക്കാനൊക്കെ ഹെൽപ്പ് ചെയ്ത് ഹെൽമെറ്റ് കാര്യങ്ങളൊക്കെ അവിടെ വെച്ച് വലിച്ചെറിഞ്ഞിട്ട് വന്നാണ് ഗൈസ്. അപ്പോൾ അതൊക്കെ എടുത്ത് ഇറക്കി പെറുക്കി പിന്നെ എല്ലാവരും വണ്ടിയിലോട്ട് കയറി ഗൈസ്. അപ്പോൾ ഇനിയിപ്പോൾ ഇങ്ങനത്തെ ഒരു മീറ്റപ്പ് ഇനിയിപ്പോൾ എപ്പോഴാണ് കിട്ടുക എന്നുള്ളതൊന്നും അറിയില്ല. അപ്പോൾ കുറേ ദിവസങ്ങൾക്ക് മുന്നേ പ്ലാൻ ചെയ്ത സംഭവമാണ് ഇപ്പോൾ നടന്നത്. ഇനിയിപ്പോൾ എപ്പോൾ കിട്ടും എന്നുള്ളതൊന്നും സത്യത്തിൽ അറിയില്ല എന്ന് പറയാം. അങ്ങനെ ഒരുപാട് സന്തോഷങ്ങളും സങ്കടങ്ങളുമായിട്ട് ഞങ്ങൾ അവിടെ നിന്ന് പിരിഞ്ഞു ഗൈസ്. സുജിയും ഒരു വഴിക്ക് പോയി, പ്രസാദേട്ടനും നെഞ്ചും ഒരു വഴിക്ക് പോയി, ഞങ്ങളൊരു വഴിക്ക് വന്നു ഗൈസ്. അപ്പോൾ നമ്മൾ വീടെത്തി, അനിയത്തി കട്ട വെയിറ്റിംഗിലായിരുന്നു ഗൈസ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ബൈ.